എനിക്ക് ഇതും മതി കറുത്തമ്മ. 450 രൂപയ്ക്ക് ഞാൻ എന്തായാലും മതി. 365 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബെൻസ് മേടിക്കാനുള്ള പൈസ നിങ്ങളുടെ ഉണ്ടോ? നിങ്ങൾ കുടിക്കാറുണ്ടോ? ഞാൻ കുടിക്കാറൊന്നുമില്ല. എന്നാ ബെൻസിന്റെ താക്കോലും തന്നെ. ശീലാമ്മ ഇന്ന് ഈ ഗ്ലാമർ ആണെങ്കിൽ ആ 13 വയസ്സിൽ എന്തോരം ഗ്ലാമർ ആയിരുന്നായിരുന്നു. ചേട്ടാ ഒന്ന് തെളിച്ചു പറ. തെളിച്ച് പറ, ഞാൻ 500ന്റെ ബൾബാണോ പെങ്ങളെ? ഞാൻ തന്നെ അവിടെ അന്വേഷിച്ചപ്പോൾ തന്നെ അവിടെ കണ്ടില്ല. അതെങ്ങനെ? ഞാൻ ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾ അവിടെ അന്വേഷിച്ച എന്നെ കാണണ്ടേ? ഇവിടുന്നാണ് Good evening and welcome to Luna's Comedy Super Night. Luna's Comedy Super Nightന്റെ ഇന്നത്തെ ഈ ചിരി അരങ്ങിലേക്ക് നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സിറാജ് ഏട്ടനെ. നമസ്കാരം. സുഖമല്ല എല്ലാവർക്കും? അശ്വതിക്ക് സുഖമാണോ? എന്റെ അടുത്ത് പക്ഷെ ഇങ്ങനെ ചോദിച്ചാ പോരാ ചേട്ടാ. ഇന്ന് എനിക്ക് നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ സാറിന്റെ ശബ്ദത്തിൽ ചോദിക്കണം, സുഖാണോ അത്? തീർച്ചയായിട്ടും. പ്രിയമുള്ള എൻ്റെ നാട്ടുകാർ, നിങ്ങളെല്ലാം ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്കെന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഒന്നിച്ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ മൈക്കിലൂടെ ഒക്കെ പറഞ്ഞതാണ്. എനിക്കറിയാം ഇത് ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയി ചേട്ടാ. ക്ലിയർ ആയില്ലെങ്കിൽ എന്നോട് ഷമീർ. ഇത് ക്ലിയർ ആയോന്ന് അറിയാനൊരു മാർഗമുണ്ട്. ഈ ശബ്ദം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദം കേട്ട ഇപ്പൊ ഒരാൾ വരും. അതാരാ? അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. ശരിക്കും ഒരുപാട് വർഷത്തെ മലയാള സിനിമയിലല്ല, നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ഇന്നിവിടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. ആരാന്നല്ലേ? മലയാളത്തിന്റെ സ്വന്തം കറുത്തമ്മ, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഷീലാമ്മ. മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നീയൊരു മലർവാടി മധുമലർ മുത്തുകൾ പോരാടി വിഴികളാടി. ഒന്ന് വെറുതെ ഇരിക്കുന്നു. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നമസ്തേ അമ്മ. എന്തായാലും ശീലമ്മ കണ്ടപ്പോ എല്ലാവരുടെയും മനസ്സൊന്നും ഇങ്ങോട്ട് അല്ലേ? അപ്പൊ നല്ലൊരു കൈയടി കൊടുത്തേ. ആ പാട്ട് കേട്ടപ്പോ ശീലമ്മക്ക് എന്ത് തോന്നി? കഴിഞ്ഞ ജന്മം വരയ്ക്കും പോയി ഞാൻ. അത്രയും പഴയ ഓർമ്മകൾ. വളരെ സന്തോഷം തോന്നി എനിക്ക്. ഞാൻ ഈ വിക്കിപീഡിയ സെർച്ച് ചെയ്തപ്പോൾ അതിൽ പേര് ക്ലാര എന്ന് കണ്ടു. ശരിക്കും ഷീലാമ്മ എന്നാണോ അതോ ക്ലാര എന്നാണോ പേര്? ദൈവമേ, ആ ക്ലാര എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് അങ്ങനെ ഒരുമാതിരി. സ്വന്തം പേരല്ല? അല്ല, എന്റെ പേരല്ല.
എൻ്റെ പേര് പോട്ടെ, എൻ്റെ അച്ഛൻ്റെ പേര് വരയ്ക്ക് ഏതോ ഒരു നായരുന്നാണ്. ഞാനൊരു സത്യക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ. പക്ഷെ അച്ഛന്റെ പേര് നായരെന്നാണ് വിക്കിപീഡിയയിൽ ആരോ നായരെന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ സത്യത്തിലുള്ള പേര് ഷീലാൻ തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യം ഒരു പടത്തിൽ അഭിനയിച്ചപ്പോൾ ആദ്യത്തെ പടം തമിഴ് പടമായിരുന്നു. ഫസ്റ്റ് പടം, അതിന്റെ അനുഭവം എന്ന് പറഞ്ഞു. ഫസ്റ്റ് പടം എങ്ങനെയാ വെച്ചാൽ അത് വന്ന് പാസം ബാക്കി ജാതക രണ്ടും ഒരേ മാസത്തിൽ തുടങ്ങിയ പടങ്ങളാണ്. ഒരു മലയാളം പടം, ഒരു തമിഴ് പടം. രണ്ടിലെ ഹീറോയിൻ ആയിരുന്നു. അപ്പോൾ MGR എന്നോട് പറഞ്ഞു, ഈ ഷീല എന്നുള്ള പേര് കേട്ട ഒരു ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു. ആണല്ലോ. പക്ഷെ അവർ തമിഴ്നാട്ടിലൊക്കെ അന്നൊക്കെ ക്രിസ്ത്യാനിയും മുസ്ലിംസൊക്കെ വന്ന് ഇങ്ങനെ ഒരു വലിയൊരു നടൻ നടിമാരൊന്നും അത്രത്തോളം ഇല്ലായിരുന്നു. അത് കാരണം അങ്ങേരുടെ സഹോദരിയുടെ പേര് സുമത്ര എന്നായിരുന്നു. അപ്പൊ പറഞ്ഞു സുമത്രാദേവി നമുക്ക് പേര് മാറ്റാന്ന് പറഞ്ഞു. സിസ്റ്ററുടെ പേര് ഇടാന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു, അയ്യോ സുമത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരോ ഞങ്ങളുടെ വീട്ടുകാരോ ആരും അറിയില്ല, ഇവളാണ് ഷീല എന്നൊന്നും അറിയത്തില്ല, അത് കാരണം പേര് മാറ്റണ്ട. അപ്പൊ MGR പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഷീലാദേവി എന്ന് വെക്കാന്ന് പറഞ്ഞു. അതെ, ദേവി MGR ഇട്ടതാണ്. ഇപ്പോഴും എൻ്റെ എല്ലാം ഒഫീഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ പേര് ഷീലാദേവി എന്ന് തന്നെയാണ്. അപ്പൊ ആദ്യ നായകൻ MGR ആയിരുന്നു. അതെ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തപ്പെട്ടത്, ഈ MGRന്റെ അടുത്തേക്ക്? സിനിമയിൽ എത്തിയത് എന്താ വെച്ചാൽ, എൻ്റെ അച്ഛൻ റെയിൽവേയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ റെയിൽവേ ഈ ആൾക്കാരെല്ലാം കൂടി ഒരു ഡ്രാമയൊക്കെ നടത്തും. അപ്പോൾ ആ ഡ്രാമ നടത്തുമ്പോൾ അവിടെ വന്ന് റിഹേഴ്സൽ നടക്കും. അപ്പോൾ റിഹേഴ്സൽ നടക്കുമ്പോൾ ഞങ്ങളെല്ലാം ജനൽ കൂടിയൊക്കെ ഇങ്ങനെ എത്തിയൊക്കെ നോക്കി നിൽക്കും. ഇങ്ങനെ ജനൽ കൂടിയൊക്കെ താവി പിടിച്ചൊക്കെ നിൽക്കും. അപ്പോൾ ആ ഡയലോഗ്സ് ഒക്കെ അവർ പറയുന്നത് മുഴുവനും കേട്ട് ഞാനതെല്ലാം വീട്ടിൽ വന്ന് ഞാൻ എല്ലാവരും എൻ്റെ അനിയത്തിമാരോടും അടുത്ത വീട്ടുകാരോടൊക്കെ അഭിനയിച്ച് കാണിക്കും. അപ്പൊ അന്ന് ആ ഡ്രാമയിൽ ആ പെണ്ണ് വന്നില്ല, നായിക വന്നില്ല. അപ്പൊ എല്ലാരും പറഞ്ഞു, അയ്യോ പെണ്ണ് വന്നില്ല, അപ്പൊ എന്ത് ചെയ്യൂന്നൊക്കെ. ഒരു അമച്വർ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ സ്റ്റേഷൻ മാസ്റ്ററുടെ ബോണുണ്ടല്ലോ, അവർക്ക് എല്ലാ ഡയലോഗും അറിയാമെന്ന് എല്ലാരും പറഞ്ഞു. ഉടനെ എന്നെ പിടിപ്പിച്ച് ഒരു സാരി എല്ലാം കെട്ടിച്ച്. എത്ര വയസ്സില്? അത് 13 വയസ്സുണ്ടാന്ന്. 13 വയസ്സേ ഉള്ളൂ എനിക്ക്. സാരി എല്ലാം കെട്ടി കൊണ്ടുപോയി അവിടെ നിർത്തി. ഞാൻ ആ ഡയലോഗ് എല്ലാം അങ്ങനെ മനഃപ്പാടമായിട്ട് എല്ലാം അടുത്ത സീനിൽ വരുന്ന ഡയലോഗ് പോലും ഇപ്പൊ തന്നെ പറഞ്ഞു. അങ്ങനെ മുഴുവനായിട്ട് പറഞ്ഞു ഞാൻ. അപ്പൊ അതിൻ്റെ അധ്യക്ഷനായിട്ട് വന്നിരുന്നത് തമിഴ് നടൻ SS രാജേന്ദ്രനും അങ്ങേരുടെ ഭാര്യ വിജയകുമാരിയായിരുന്നു. അപ്പോൾ അവര് കണ്ടപ്പോ, അന്ന് ഞാൻ കുറച്ച് കാണാനൊക്കെ ഒരു സുന്ദരി ആയിരുന്നു. അവര് വന്ന് ചോദിച്ചു, എൻ്റെ അമ്മയോട് ചോദിച്ചു, ഇങ്ങനെ അഭിനയിക്കാൻ നിങ്ങളുടെ മകളെ വീടോ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞോട്ടെ, ഷീലാമ്മ ഇന്ന് ഈ ഗ്ലാമർ ആണെങ്കിൽ ആ 13 വയസ്സിൽ എന്തോരം ഗ്ലാമർ ആയിരുന്നായിരിക്കും. നല്ല കാലം സുരാജ് അന്ന് ജനിച്ചിട്ടില്ല. അന്ന് അങ്ങനെ അപ്പൊ അങ്ങനെ വന്ന് ഡയലോഗ് എല്ലാം പഠിച്ച് ഡയലോഗ് മിടിക്കായിട്ടെല്ലാം പറഞ്ഞു. അങ്ങനെയാണ് SS രാജേന്ദ്രൻ അവരുടെ ഡ്രാമ ട്രൂപ്പില്. അപ്പോഴേക്കും എൻ്റെ അച്ഛൻ മരിച്ചു. ഞങ്ങൾ അഭിനയിക്കേണ്ട ഒരു ചുറ്റുപാട് വന്നു. അപ്പോൾ ഞാൻ ചെന്നൈയിലോട്ട് അവർ ടിക്കറ്റൊക്കെ അയച്ചു തന്നു. അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ അങ്ങോട്ട് പോയി അങ്ങനെ അവരുടെ ഡ്രാമയിൽ 2 ഡ്രാമ അഭിനയിച്ചു ഞാൻ. ആ ഡ്രാമ കാണാൻ വന്ന് MGR വന്നിരുന്നു. അങ്ങേരെ വന്ന് കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങേര് പറഞ്ഞു, നമ്മുടെ പടത്തിലിടാലോ എന്ന് പറഞ്ഞു. അതോട് വലിയ നാഗിരെഡ്ഡി എന്ന് പറഞ്ഞ് വിജയ സ്റ്റുഡിയോസ് അങ്ങേരുടെ പടമായിരുന്നു MGRന്റെ കൂടെ ആദ്യത്തെ പടം. അപ്പൊ ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് അവിടെ നടക്കുന്നു. അപ്പൊ എനിക്ക് വന്ന് തമിഴ് അത്രയും അറിയില്ല. മലയാളം ഇങ്ങനെ കലന്ന് വരുന്ന ഒരു തമിഴായിരുന്നു. അപ്പൊ അവരിങ്ങനെ തമിഴുമൊക്കെ അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് അടുത്ത സെറ്റിലായിരുന്നു ബാക്കി ജാതകത്തിന്റെ ഷൂട്ടിംഗ്. അതിന്റെ ഹീറോ ആരായിരുന്നു? അത് വന്ന് സത്യൻ മാസ്റ്റർ ആയിരുന്നു. അത് P ഭാസ്കരനോട് ആരോ പറഞ്ഞു, അടുത്ത സെറ്റിൽ ഒരു മലയാളി പെണ്ണ് തെറ്റി തമിഴ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ പോയി നമുക്ക് പോയി നോക്കാം ആ പെണ്ണിനെ എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി വന്നു ഈ സെറ്റിലോട്ട്. വന്ന് നോക്കിയപ്പോൾ അവർക്ക് എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. അങ്ങനെ അവരുടെ പടത്തിൽ അങ്ങനെ തന്നെ ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ്, ആദ്യത്തെ ഡ്രാമ, ആദ്യത്തെ ഇതെല്ലാം ആദ്യം. അപ്പൊ 2 പടം ഒരുമിച്ചാണ്? ഒരുമിച്ച് ഒരേ
മാസത്തിലാണ് റിലീസായത്. ഓക്കെ. അപ്പൊ തുടങ്ങിയതും ഒരേ മാസം തന്നെയായിരുന്നു. ആദ്യ ഹീറോ MGR, MGR, രണ്ടാമത് സത്യൻ സാർ. അപ്പൊ തമിഴിലും മലയാളത്തിലും അമ്മ ഒരുമിച്ചാണ് അഭിനയിച്ചു തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഭാഷകൾ, ഇങ്ങനെ വിവിധ ഭാഷകളിലെ ഏകദേശം 500ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച അനുഭവ സമ്പത്തുമായിട്ടാണ് നമ്മുടെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരുമായിട്ട് അഭിനയിക്കുമ്പോഴാണ്? എല്ലാവരും. സുരാജേ, നടികൾ എന്ത് പറയും? അല്ല, കംഫർട്ട്. എല്ലാരോടും അഭിനയിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. എങ്കിലും ലോക റെക്കോർഡിലേക്ക് എത്തിയത് നസീർ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ട് തന്നെയാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് 107 ചിത്രങ്ങൾ അഭിനയിച്ച റെക്കോർഡാണ്. അത് ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇനി പറ്റുകയുമില്ല ഒരിക്കലും. ഇനി ഈ ജന്മം ആർക്കും ഇങ്ങനെ ഈ റെക്കോർഡിനെ ബ്രേക്ക് ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം, ഇല്ലേ? 2 പടം അഭിനയിക്കും, പ്രേമിക്കും, 3ാമത്തെ പടത്തിൽ കല്യാണം കഴിക്കും, 4ാമത്തെ പടത്തിൽ ഡൈവോഴ്സ് ആവും. അതാണ് ഇപ്പം നടന്നു വരുന്നത്. മലയാളത്തില് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫാൻസ് അസോസിയേഷൻ ഷീലാമ്മയ്ക്ക്, നായികയ്ക്ക് വേണ്ടിയിട്ടുള്ള നായികയ്ക്ക് വേണ്ടിയിട്ടുള്ള. അതെ അതെ, ആദ്യത്തെ ഫാൻസ് അസോസിയേഷൻ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ ഒരു സ്ത്രീ ഡയറക്ടർ എന്ന് പറയുന്നത് ഷീലാമ്മ തന്നെയാണ്. ഏകദേശം 3 സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അന്നൊക്കെ ഈ എന്താ ഈ അവാർഡുകൾ ഇല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? അതെ അതെ, സ്റ്റേറ്റ് അവാർഡ് ഇല്ല, സർക്കാർ ഇങ്ങനെ പല പല ഇങ്ങനെ മീഡിയാസിന്റെ അവാർഡ്സ് ഒന്നും ഇല്ലായിരുന്നു. ഈ സ്റ്റാർ ഷോകൾ അങ്ങനെ ഒന്നുമില്ല. സ്റ്റാർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ നാടകം പോലെ, നാടകം ഇതുപോലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്നാലും ഞങ്ങളാണ് സത്യത്തിൽ അത് തുടങ്ങി വെച്ചത്. അപ്പൊ കുറെ ആൾക്കാരും കൂടെ ചേർന്ന് പറഞ്ഞു പ്രൈവറ്റ് അവാർഡ്, അതായത് ഫോറിനിലൊക്കെ അന്ന് അവാർഡ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് അതുപോലൊക്കെ കണ്ടിട്ട് അവർക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ട് അവർ പറഞ്ഞു ശരി നമുക്കൊരു അവാർഡ് കൊടുക്കാം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു അവാർഡ്. അങ്ങനെ ഒരു 10 പേരും കൂടി ചേർന്ന് അവിടുത്തെ വലിയ വലിയ ആൾക്കാരോ എന്താണെന്നറിയില്ല ഒരു സംഘടന ചേർന്നിട്ട് ഒരു അവാർഡ്. അതിൽ ഞാൻ ബെസ്റ്റ് നടി, നസീർ ബെസ്റ്റ് നടൻ, പിന്നെ ബെസ്റ്റ് പാട്ടുകാരി വന്ന് സുശീൽ അല്ലല്ല ജാനകി, അങ്ങനെ അടൂർ ബാസി, ഇങ്ങനെ കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ അന്ന് താര ഹോട്ടൽ എന്നൊരു ഹോട്ടലുണ്ടായിരുന്നു, വലിയ ഹോട്ടലാണ്. അന്നത്തെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിപ്പിച്ച് എല്ലായി. അപ്പോൾ രാവിലെ ഉള്ള ഫ്ലൈറ്റിൽ ഞങ്ങളെല്ലാം വന്ന് എല്ലാവരും റെഡി ആയിട്ട് വൈകുന്നേരം 5 മണിക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുള്ള നല്ല പട്ട് സാരി എല്ലാം കെട്ടി ആകപ്പാടെ നല്ല ഒരുങ്ങി എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് ഒരുപാട് ആൾക്കാരും ഒരുപാട് ആൾക്കാരുടെ മുൻവശത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു അവാർഡിന് വേണ്ടി ആൾക്കാരുടെ മുൻവശത്ത് പോയി അവാർഡ് മേടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എങ്ങനെ മേടിക്കണം അങ്ങനെ പറഞ്ഞ് ഞങ്ങളൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിട്ടിരുന്ന സമയമായിരുന്നു. അപ്പം മണി 5 ആയി 6 ആയി 7 ആയി വെയിറ്റില്ല, എല്ലാവരും കൂടി ഒരു റൂമില് അവരവരുടെ റൂമിൽ വെയിറ്റ് ചെയ്യും. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് വരും. എന്ത് പറ്റി, എന്തോ അവാർഡ് കൊടുക്കുന്നില്ലല്ലോ, എന്താ ആരും വരുന്നില്ല. പിന്നെ അവസാനം കുറേ ഒരു 10-11 മണിയായപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ വരുന്നു, എല്ലാം ദുഃഖമായ മുഖത്തോടു കൂടി ഇങ്ങനെ വരുന്നു. പുറകെ കുറേ ഉണ്ട് ഓരോ അവാർഡിന്റെ പൊക്കത്ര ഇപ്പോഴും ഉണ്ട്. അവാർഡ് എൻ്റെ വീട്ടിൽ ഇത്രയും പൊക്കത്തിലുള്ള അവാർഡുകൾ എടുത്തുകൊണ്ട് അത് 2 പേര് പൊക്കാത്ത അവാർഡാണത്. ഇത്രയും ഘനമുള്ള അവാർഡ് എടുത്തോണ്ട് വന്നു. ഈ കുറേ പേര് ഒരുമിച്ചാണല്ലോ അതെല്ലാം സംഘടിപ്പിച്ചത്. അപ്പോൾ ഒരാളുടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ടിക്കറ്റ് മേടിച്ചു കൊടുക്കാം, ഒരാളുടെ കാശ്, അയാൾ അത് ചെയ്യണം. ഒരാൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യണം, ഒരാൾ വന്ന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണി, ഓരോരുത്തരും ഓരോ ചുമതല കൊടുത്തിരിക്കാം. അപ്പോൾ ഇവർ വന്ന് ഞങ്ങളോട് പറയാ, നസീറോട് പറയണേ സാർ അവർ ഓഡിറ്റോറിയം തുറക്കുന്നില്ല, അവർ വാതിൽ മൂടി അതിന് മുന്നേ ഇങ്ങനെ നിൽക്കുകയാണ്, കാശ് തന്നാലേ അകത്ത് വരാനൊക്കെ ഉള്ളൂ എന്ന് പറയാണ് അവരെന്ന്. കാശ് എടുത്ത ആൾ എവിടെയോ മുങ്ങിപ്പോയി, അതിനുള്ള കാശ് എടുത്ത ആള് എവിടെയോ മുങ്ങിപ്പോയി. പിന്നെ ഈ അവാർഡെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെ റൂമിൽ കൊണ്ടുവന്ന്, ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ കൊണ്ടുവന്ന് ഷീലാമ്മേ ബെസ്റ്റ് ആർട്ടിസ്റ്റ് അവാർഡ് മേടിച്ചോ, വാങ്ങാൻ പറ്റില്ല. ഞാനും എൻ്റെ ടച്ചപ്പ് ഒരു സ്ത്രീ ഉണ്ട്, അവർ 2 പേര് മാത്രത്തെ കൊണ്ട് വെച്ചു. ഇങ്ങനെ ഓരോരുത്തരും അവാർഡ്. അത് തന്നെ ഫസ്റ്റ് അവാർഡ് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അവാർഡാണ്. പിന്നെ ഈ ഏറ്റവും കൂടുതൽ വടക്കൻ പാട്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് ഷീലാമ്മയാണ്, അല്ലേ? അന്നത്തെ വടക്കൻ പാട്ടുകൾ ആ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നിയ ഒരു 1-2 കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അത് ഷീലാമ്മയ്ക്ക് ചിലപ്പോൾ മനസ്സിലാവും. പണ്ടത്തെ വടക്കൻ പാട്ടിലെയൊക്കെ സ്റ്റണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഇപ്പോഴത്തെ സ്റ്റണ്ട് എന്താണ്? ഇപ്പൊ ലാലേട്ടനായാലും ദിലീപേട്ടനായാലും ഇപ്പോഴത്തെ സ്റ്റണ്ട് ഇടിച്ചിട്ട് 10 നില കെട്ടിടത്തിന്റെ മോളിൽ നിന്നൊക്കെ പൃഥ്വിരാജും എല്ലാരും ഇങ്ങനെ ചാടി തറയിൽ വരും. പണ്ടത്തെ വടക്കം പാട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുന്നാണ് തറയെന്ന് നേരെ എവിടെ പോകും? ആകാശത്തേക്ക്. കറങ്ങിയൊക്കെ മോളിൽ കയറും. പിന്നെ പണ്ടത്തെ വടക്കം പാട്ടിൽ സ്ഥിരം പാണനാരുണ്ട്. പാണനാർ ആരായിരിക്കും? എസ് പി പിള്ള. പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്, തിക്കുറിശ്ശി. ഇല്ലേ? ആ വടക്കം പാട്ട് അത് ശ്രദ്ധിച്ചിരുന്ന അതിന്റെ കോമഡി നമുക്ക് മനസ്സിലാവും. വടക്കം പാട്ടിൽ മിക്കതും പാടുന്നതെല്ലാം ദാസേട്ടന്റെ വോയിസ് ആണ്. വോയിസാണ്. അതെ, ഇതാ ഇങ്ങനെ വരും തിക്കുറിശ്ശി ചേട്ടൻ. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പോലഴകുള്ളോരായിരുന്നു. പാണനാർ എവിടെ പോകുന്നു? ഞാൻ പുത്തൂരം വീട് വരെ പോകുന്നു. ആണുങ്ങളെ പാട്ട് മാത്രം നല്ല ഗംഭീരം, ബാക്കിയെല്ലാം ഞാൻ പുത്തൂരം വീട് വരെ പോകുന്നു. പണ്ടൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. അതൊക്കെ നമ്മൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ, ഫിലിമുകൾ കണ്ടിട്ടില്ല. അന്നൊക്കെ എങ്ങനെയാണ് ഇത്രയും പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട്, അതായത് എല്ലാം നന്നായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ശരിക്കും പുട്ടിയിട്ട് ഇങ്ങനെ മേക്കപ്പ് വെക്കുന്നൊക്കെ. ഈ വടക്കം പാട്ടിലൊക്കെ അഭിനയിക്കുമ്പോഴേ ഒരു 2 കിലോ സ്വർണ്ണം ഉണ്ടാവും അപ്പനങ്ങള് തലയില്. പിന്നെ ആ ഡ്രസ്സൊക്കെ ഒക്കെ ഇങ്ങനെ കല്ല് വെച്ച ഡ്രസ്സുകളും അതും ഇതെല്ലാം കൂടി വലിയ പാടാണ് വാസ്തവത്തില് ഔട്ട്ഡോറൊക്കെ പോകുമ്പോ. ഒരു പടത്തില് ഒരു മലയ്ക്ക് മുകളിൽ, അതായത് മുട്ടമല, അതിന്റെ ഒറ്റത്ത് ഒരേ ഒരു മരം, അത് 4-5 ഇലകൾ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു. അപ്പോ ഞാൻ ഗർഭിണിയായിട്ട് നിൽക്കാം ഒരു സീനിൽ. ഞാൻ ഗർഭിണി, സത്യനോ മധുവോ ആരോ കാമുകനോ കാമുകി ഭർത്താവ് ഇങ്ങനെ എന്തോ ഒരു സീൻ. അപ്പോ രാവിലെ ആകുമ്പോ സത്യം തുടങ്ങും, ഷീലേ ഇത് എന്റെ ഗർഭമാണ് കേട്ടോ. നസീർ പറയും അല്ലല്ലല്ല ഇത് എന്റെ ഗർഭമാ. ഈ 2 പേരും തമ്മിൽ വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലടോ മതി എന്റെ ഗർഭം എന്ന് പറയും. ഇത് അമ്പിളിച്ചേട്ടനോട് ചോദിച്ച അമ്പിളിച്ചേട്ടൻ പറയും എന്റെ ഗർഭം ഇങ്ങനെയല്ല. ഒരു സിനിമയിൽ പറയും. കാരണം എന്താണെന്നറിയോ, ആ ഉച്ച കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ ഞങ്ങൾക്ക് ബ്രേക്ക് കിട്ടും. അപ്പൊ ഞാൻ ഈ വയറ് അങ്ങ് അഴിച്ചു വെക്കും. അപ്പൊ അത് തലയ്ക്ക് വെച്ച് കിടക്കണം ആരെങ്കിലും ഒരാൾക്ക്. ഓ അതുകൊണ്ടാ ഇത് എന്റെ ഗർഭം. സൂപ്പർ സൂപ്പർ. അങ്ങനെ 2 പേരും ഒരു വഴക്കുണ്ടാക്കി ഞങ്ങൾ ഒരു 4 ഇലയ്ക്ക് അടിയിൽ ഞങ്ങൾ ആ മുട്ടം പാറയ്ക്കകത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ നിറസാന്നിധ്യമായി ഒരുപാട് വർഷം നിലനിന്നു. എന്നിട്ട് പെട്ടെന്ന് ഒരു 20 വർഷം അമ്മയെ ഫീൽഡിലേക്കാണ്. 20 വർഷത്തെ ബ്രേക്ക്, അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ആ 20 വർഷം എന്ത് ചെയ്യായിരുന്നു? 20 വർഷം എൻ്റെ മകൻ കൊണ്ടുപോയി ഊട്ടിയിൽ കൊണ്ടുപോയി എൻ്റെ മകനെ പഠിപ്പിക്കായിരുന്നു. ഞാനൊരു കൊച്ചിനെ പ്രസവിച്ചാൽ പോരല്ലോ, പ്രസവിക്കുന്നതിനേക്കാൾ വലുതാണ് ഒരമ്മ ഒരു കൊച്ചിനെ വളർത്തുന്നത്. തീർച്ചയായിട്ടും അതിനൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ട് 20 വർഷം ഞാൻ കൊച്ചു കല്യാണം വലുതായി അവനെ കല്യാണം കഴിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ മനസ്സിനക്കരയിൽ തിരിച്ചു വന്ന് അഭിനയിക്കാൻ വന്നത്. വീണ്ടും സത്യസാറിന്റെ മനസ്സിനക്കരെ എന്ന പടത്തിലൂടെയാണ് അഭിനയിക്കാൻ വീണ്ടും വന്നത്. ഇനി കുറച്ച് സമയം അമ്മയ്ക്ക് അവിടെ വിശ്രമിക്കാം. താങ്ക് യു. ഞാനെത്തി. കുറച്ചേരം എല്ലാം ഇവിടെ ഓക്കെയാ. ഇവിടെ പെണ്ണുമ്പിളിയാണേ ഞാൻ. ഇതല്ല വിളിച്ചത് എന്റെ പെണ്ണുമ്പിളിയാന്ന് പറയുന്നത്. അതായത് ആ ഇവിടെ പറഞ്ഞ അതെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തൊരു പെൺകൊച്ച, നീ സംശയിക്കൊന്നും വേണ്ട. ഞാനിവിടെ വന്നവരെ അവളെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, അവളവിടെ കിടന്ന് എന്തെങ്കിലും പറയും, നമ്മൾ പരിപാടിയുടെ കിടന്ന് തുമ്മും. അതുകൊണ്ട് കേട്ടോ. ആ പിന്നെ ചേട്ടൻ ഇവിടെ ടി വിയിൽ അഭിനയിക്കാൻ വന്നുള്ള വിവരം നീ മൊത്തത്തിലൊന്ന് അറിയിച്ചേരെ. ആ വെള്ളം കുറഞ്ഞ കിണറിൻ്റെ അവിടെ ഒന്ന് അറിയിച്ചേരെ. പിന്നെ പൈപ്പിൽ വെള്ളം പിടിക്കാൻ പിന്നെ പെണ്ണുങ്ങളോടൊന്ന് പറഞ്ഞേരെ. ആ പിന്നെ നിന്നോട് ശത്രുതയുള്ള 2 ചേച്ചിമാരില്ലേ, അവരോട് പറയണ്ട. അവരുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ ചെന്നേച്ച് പറയണം ചേട്ടൻ ഇങ്ങനെ ടി വിയിൽ അഭിനയിക്കാൻ പോയേക്കുവാണ്, പറയരുതെന്ന് പറയണം. പറയാൻ പറഞ്ഞവർ പറയില്ല, പറയരുത് എന്ന് പറഞ്ഞവർ. ആ ഓക്കെ ഓക്കെ. മറ്റേ ടി വിയിൽ ഇത് ചെയ്യണ കൊച്ചല്ലേ? അതെ അതെ. എന്നെ മനസ്സിലായില്ല? ഇല്ല ഇല്ല. ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ ആങ്കർ ചെയ്ത് അടിപൊളിയാക്കാൻ വന്നതാ. എന്റെ കൂടെ ആങ്കർ ചെയ്യാനോ? ചേട്ടാ അതിന് സുരാജ് ചേട്ടനുണ്ടല്ലോ, ഞങ്ങൾ 2 കൂടെയാണ് ഷോ ചെയ്യുന്നത്. സംഭവം ഉണ്ട് ഇതിനകത്ത്. ഈ സുരാജിന്റെ പരിപാടി താഴെ പോയത് കൊണ്ടായിരിക്കാം ചിലപ്പോ അവരെന്നെ ഇവിടെ ഇട്ടിട്ട് നിങ്ങളുടെ കൂടെ പരിപാടി പൊക്കിക്കൊണ്ടിരാ കമ്പനിന്ന് അറിയിച്ചതാ.
ആണോ? പക്ഷെ എനിക്ക് വലിയ ഐഡിയ കിട്ടണില്ല. ശരിയാണോ? അതേന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട നാട്ടുപൊലിമേലെ ആളുകളാണ് ഞാൻ. നാട്ടുപോലി മനസ്സിലായില്ലേ? കാഞ്ഞൂർ നാട്ടുപൊലിമ നാടൻ പാട്ടുപുര കേട്ടിട്ടുണ്ടോ? ഇല്ല. അവിടുത്തെ ആശാനല്ലേ ഞാൻ. എനിക്ക് എല്ലാം കൂടെ വട്ടാവുന്ന ലക്ഷണം കേട്ടോ. ലക്ഷണമൊന്നുമില്ല, കറക്റ്റ് വട്ട. എനിക്ക് അവിടെ നിന്നപ്പോ തോന്നിയതാ ഈ വട്ടുള്ള ഒരാളുകൾ കാണിക്കണ ആക്ഷനൊക്കെ നിങ്ങൾ കാണിക്കണേ. നിങ്ങൾക്ക് എന്താ വേണ്ട ചേട്ടാ? ഒന്ന് തെളിച്ചു പറ. തെളിച്ച് പറ, ഞാൻ 500-ന്റെ ബൾബാണോ പെങ്ങളെ? ഇത് ശരിയാവില്ല കേട്ടോ. ആന. നിങ്ങൾ കാര്യം പറ. നിങ്ങൾ എന്താണ് ഇപ്പൊ ഈ ഫ്ലോറിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ക്ലിയർ ആയിട്ട് ഈ പറയാം. പരിപാടി മൊത്തത്തിൽ ഡൗൺ ആയി നിൽക്കുവാന്ന് ഇങ്ങനെ കമ്പനിയിൽ നിന്ന് വിളിച്ചു ചുമ്മാ അനാവശ്യം പറയരുത്. അല്ല ഞങ്ങൾ അപ്പൊ പിന്നെ ഞങ്ങളെ വിളിച്ചെന്തിനാ അത് പറ. വേറെ അതല്ല ഞാൻ ചോദിക്കുന്നേ, എന്തിനാ നിങ്ങളെ വിളിച്ചേ? പറയൂ. ഈ കൊച്ചിന് സംഭവം മനസ്സിലായിട്ടില്ല. ഞാൻ കാഞ്ഞൂർ നാട്ടുപൊലിമയുടെ നാടൻ പാട്ടുപുരയിലെ ആശാനാണ് ഞാൻ. അപ്പോ എന്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ എന്തിനാ വന്നേക്കണത്, ഞങ്ങൾ ആരാ എന്താന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? ഞാൻ എന്റെ ടീമിനെ വിളിക്കാം. എടാ മക്കളെ കയറിവാടാ. ടീമായിട്ടാണോ വന്നിരിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കാണോ? ആ ആ ആ ആ ആശാനെ, ആശാനെ, ആ ഈ കൊച്ചിന്റെ കൂടെ ആണോ പരിപാടി അവതരിപ്പിക്കേണ്ടത്? ആ എന്താ? ആനടാ, നിന്റെ സൗന്ദര്യത്തിനകത്ത് ഈ കൊച്ചു ഉയർന്നില്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കുറച്ച് മേക്കപ്പും കൂടെ ഇട്ടുകൊണ്ട് വന്നാലോ? കുറച്ച് മേക്കപ്പാണ് ഇടാനോ? 4 പേരുടെ മേക്കപ്പ് അവൻ ഇത്രയും നേരം ഇട്ടോണ്ടിരുന്നു. ഇനി എന്തിനാ മേക്കപ്പ്? വെളുപ്പ് കുറവല്ലേ? ഞാൻ നോക്കിയല്ലേ കണ്ണാടി. നീ ഒരു കാര്യം ചെയ്യും, ഇച്ചിരി കുമ്മായോട്ടെ ബക്കറ്റിനകത്ത് കലക്കിയിട്ട് ഒരു 4 ഇഞ്ചിന്റെ ബ്രഷ് മേടിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ കണ്ടു. അച്ഛൻ ഞങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി അങ്ങോട്ട്. ആ ഞാൻ ഞങ്ങളുടെ ടീമിനെ ആദ്യം പരിചയപ്പെടുത്ത്. ഇവനെ പരിചയപ്പെടുത്തേക്കാം. സാധാരണ ഈ നല്ല നല്ല വീടുകളൊക്കെ പണിയുമ്പോ കണ്ണ് കിട്ടാത്ത കോലം വെക്കില്ലേ, അതുപോലെ ഞങ്ങളുടെ നല്ല പരിപാടിക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി കോലമായിട്ട് കൊണ്ടുപോകുന്നവനാണ് ഇവൻ. അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തിനാ ഇപ്പൊ ഈ ഫ്ലോറിൽ വന്നേന്ന് പറ ചേട്ടാ. അതെ, ഞാൻ ആ ഉദ്ദേശം ഞാൻ ഞങ്ങളുടെ പാട്ടിലൂടെ ഞാനങ്ങ് പറയാൻ പോവുകയാണ്. ഓ, ഇനി പാട്ടും ഉണ്ടോ? അതെ, നാടൻ പാട്ട്. ആ, ആദിപിറന്ന മുത്തപ്പന്മാരെ, കുലം പിറന്ന മുത്തിമാരെ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ, 4 കോടി 45 ഈശ്വരന്മാരെ, തുണയാ വന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. തെയ്യോം തകതാരോന്തിത്തോം തകതാരോ ദിനം ദിനന്താരോ, തെയ്യോം തകതാരോന്തിത്തോം തകതാരോ ദിനം ദിനന്താരോ, രാരിക്കണ്ടാരോ ദേരിക്കണ്ടേരോ, രാരിക്കണ്ടാരോ ദേരിക്കണ്ടേരോ, തെയ്യോം തകതാരോന്തിത്തോം തകതാരോ ദിനം ദിനന്താരോ, തെയ്യോം തകതാരോന്തിത്തോം തകതാരോ ദിനം ദിനന്താരോ, രാരിക്കണ്ടാരോ ദേരിക്കണ്ടേരോ, രാരിക്കണ്ടാരോ ദേരിക്കണ്ടേരോ. പരുന്തി പരുന്തി പരുന്ത് മാനത്തച്ചം പരുന്തി, നാട്ടിന്റെ താപ്പാടെ പോകും പരുന്തി മാനത്തച്ചം പരുന്തി, പരുന്തി പരുന്തി പരുന്ത് മാനത്തച്ചം പരുന്തി, നാട്ടിന്റെ താപ്പാടെ പോകും പരുന്തി മാനത്തച്ചം പരുന്തി, പരുന്ത് റാഗി വരാ പരുന്തി. കൊണ്ട് നിൽക്കും പരുന്ത് മാനത്തച്ചം പരുന്തി, വന്നിട്ട് റാഗി പരുന്തി മാനത്തച്ചം പരുന്തി. അത് പൊളിച്ചോട്ടാ. എന്താടി വിളി? എന്തായത് തന്നെ എവിടേക്ക് അന്വേഷിച്ചു നടന്നത്? തന്നെടുത്ത് എവിടെ വരാൻ പറഞ്ഞത്? എന്നോട് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ എവിടെ വന്നേക്കണത്? ഞാനിവിടെ ഞാൻ പിന്നെ ഇത് ഫ്ലവറേഷൻ ഫ്ലോർ. ആ, ഇത് ഫ്ലോസിന്റെ ഫ്ലോർ ആണല്ലോ. ഫ്ലവേഴ്സിന്റെ ഫ്ലോർ തന്നെ. തന്നെടുത്ത് ഇവിടെ ഞാൻ വരാൻ പറഞ്ഞില്ലല്ലോ. താൻ വരണ്ട ഇവിടെ അല്ല, അവിടെയല്ല വരേണ്ടത്. അതെങ്ങനെ ഞാൻ അവിടെ വരണേ? ഞാനിപ്പോ ഇവിടെയല്ലേ. എടോ, ഞാൻ തന്നെ അവിടെ അന്വേഷിച്ചപ്പോ തന്നെ അവിടെ കണ്ടില്ല. അതെങ്ങനെ? ഞാൻ ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾ അവിടെ അന്വേഷിച്ച എന്നെ കാണണേ? എടോ, അതല്ല ഞാൻ പറഞ്ഞത്. താൻ ഇവിടെ നിൽക്കുന്ന ആളേ അല്ല. അതെല്ലാരും പറയാറുണ്ട്. ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല, കഴിവ് വെച്ച് വേറെ പൊസിഷനിൽ നിൽക്കേണ്ട ആളെന്ന് എല്ലാവരും. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. അതായത് നമ്മുടെ ഷൂട്ട് നടക്കുന്ന അവിടെയാണ്. അവിടെ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ ഞാൻ ആ ഷൂട്ടിൽ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ. ആണോ? പക്ഷെ ഞാൻ ഇവിടെ ആയി പോയില്ലേ. അതല്ലടോ, ഞാൻ താൻ ഇവിടെ വന്നുകൊണ്ടാണ് ഞാൻ തന്നെ ഇവിടെ വന്ന് കാണേണ്ടി വന്നത്. ശരിക്കും ഞാൻ തന്നെ അവിടെ വന്ന് കാണേണ്ടതായിരുന്നു. പക്ഷെ അവിടെ വന്ന് കാണാൻ ഞാൻ അവിടെ ഇല്ലല്ലോ, ഞാൻ ഇവിടെയല്ലേ. എന്ത് കഷ്ടമാണ്. എന്താ പ്രശ്നം? മോളെ വേറൊന്നുമല്ല, നമ്മുടെ ചാനലില്ല ഇന്ത്യൻ മ്യൂസിക് ലീഗ് എന്ന പ്രോഗ്രാം ഇല്ലേ? ആ, ഉണ്ട്. അതിൽ ആലപ്പുഴ ടീമിനാ
സപ്പോർട്ട് ചെയ്യാൻ വന്ന നാടൻ പാട്ടിന്റെ ടീമായി ഞാൻ അപ്പോഴേ വിചാരിച്ചത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന്. അങ്ങനെയാണോ? പോട്ടെ, സാരമില്ല. ഞാൻ ഇതിൽ പറഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും ഫുൾ കോമഡി ആയല്ലോ. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, ഈ സുരാജ് ഇതുപോലെയൊക്കെ ചെയ്യൂ. ഏതുപോലെ? ഇതിന്റെ ഹെഡി പറഞ്ഞ് എന്നെ നമുക്ക് ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് പോയാൽ എന്താ കുഴപ്പമുണ്ടോ? ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. ഈ പെർഫോമൻസിന്റെ വീഡിയോയും കാണിക്കാം. ഒരു സെക്കൻഡ് ഇങ്ങനെ വന്നേ. എന്റെ ജോലി കളയരുത്. ആന നിങ്ങൾ എന്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചത്. അതെന്താ? എന്റെ ജോലി നിങ്ങൾ കളയരുത്. ഞാനല്ലെന്ന് നിങ്ങളുടെ ജോലി കളയണേ. നിങ്ങൾ എല്ലാം ഓക്കെ ആണോ? എല്ലാം ഓക്കെ. എല്ലാ ടീമും ഓക്കെ ആണോ? എല്ലാ ടീമും ഓക്കെ. അവിടെ ശരത് സാർ ആകെ പ്രാന്ത് പിടിച്ച് വെക്കാണ്. ശരത് സാർ ഭ്രാന്ത് പിടിച്ചിരിക്കണോ? പുള്ളി കലി കൊണ്ട് തുള്ളാണ്. ആ. എന്നെ ഷൗട്ട് ചെയ്ത് അറിയോ? എന്നു പറഞ്ഞു? പുള്ളിക്ക് ഇന്ന് 7:30 ഫ്ലൈറ്റിന് ചെന്നൈക്ക് പോകേണ്ടതാണെന്ന്. അതിന് പുള്ളി കലി കൊണ്ട് ഷൗട്ട് ചെയ്തെന്നാ. ഭയങ്കര ഒച്ചയിൽ വർത്താനം പറഞ്ഞു. ഒച്ചയിൽ തകർച്ച വന്നെന്നാ. പുള്ളി എന്തൊക്കെ ഒച്ചയിൽ വർത്താനം പറഞ്ഞാലും ഇങ്ങനെയല്ലേ പറയുള്ളൂ. മോനെ കുട്ടാ, എനിക്കിന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് മദ്രാസിന് പോകണ്ടേ കുട്ടാ. ഇങ്ങനെയല്ലേ പുള്ളി ഷൗട്ട് ചെയ്യുള്ളൂ. അല്ല എങ്ങനെയാലും എനിക്ക് വഴക്ക് കിട്ടിയല്ലോ. ആ വഴക്ക് കിട്ടി. എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഫ്ലോറിലേക്ക് പോകണം. അയ്യോ, ആ ഫ്ലോറിലേക്ക് പോകാൻ പറ്റില്ല. ഈ നാടൻ പാട്ട് എന്ന് പറഞ്ഞൊരു ഭക്തി സാന്ദ്രമായ ഒരു വലിയ സംഭവമാണ്. ഞങ്ങൾ മണ്ണ്, കിളി, മരം, കാരണന്മാരെ ഒക്കെ ഉണർത്തി ഇങ്ങനെ നിൽക്കുക. ഇനി അവരെ ഉറങ്ങാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. ആരോട് പറഞ്ഞു അവർ ഉണർത്താനായിട്ട്? ഇയാളാണോ അവരെയൊക്കെ കിടത്ത് ഉറക്കിയത്, പാലും കൊടുത്ത്? അതല്ല, അവർ ഉണർത്തിയത് കൊണ്ടാണല്ലോ തനിക്ക് ഇങ്ങ് നിർത്തി പോരാൻ പറ്റാത്ത അവസ്ഥ വന്നത്. അങ്ങനെ പോരാൻ പറ്റില്ല. അത് എങ്ങനെയെങ്കിലും അവർ ഉറക്കിയതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് വന്ന എങ്കിൽ മാത്രം അവിടുത്തെ ഷൂട്ട് നടക്കുള്ളൂ. അങ്ങനെ നടക്കാൻ പറ്റില്ലെന്നേ. എന്ത് കഷ്ടമാണ്. നിങ്ങൾ എന്തിനാ വന്നത്? ഞങ്ങൾ നാടൻ പാട്ട് അവതരിപ്പിക്കാൻ. ഇവിടെ എല്ലാം നാടൻപാട്ട് അവതരിപ്പിക്കേണ്ടത് ആ ഫ്ലോറിലാണ്. ആണോ? ആ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇതിൽ തെയ്യം തുള്ളലൊക്കെ ഉണ്ടാവുമല്ലോ. തെയ്യം തുള്ളലൊന്നും ഉണ്ടാവില്ല. തെയ്യം തുള്ളില്ലേ? തെയ്യം തുള്ളൽ ഉണ്ടാവില്ല. തെയ്യം തുള്ളി കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ ബുക്ക് ചെയ്തത് എന്ന് എവിടെ വെച്ച്? കഴിഞ്ഞ പരിപാടിക്ക് സ്റ്റേജിന്റെ ബാക്കിൽ തെയ്യം തുള്ളി ഉണ്ടായില്ല. തെയ്യം തുള്ളലല്ലായിരുന്നു, പരിപാടി പൊളിഞ്ഞിട്ടേ നാട്ടുകാരിങ്ങനെ കലി തുള്ളിയതായിരുന്നു. തെയ്യം തുള്ളലല്ലായിരുന്നു. തീ തുപ്പണ ആളൊക്കെ ഉണ്ടാവല്ലോ. എങ്ങനെ തീ തുപ്പണത്? തീ തുപ്പണം വ്യാളിയാണ്. വ്യാളിയല്ല, വ്യാക്രം. നിങ്ങൾ അതൊന്നുമല്ല. നിങ്ങളുടെ പരിപാടിക്ക് ഇങ്ങനെ തീ ഇങ്ങനെ വായിൽ ഇങ്ങനെ ഇങ്ങനെ അവിടെ ഊതി വിടൂലേ? അയ്യോ, അതില്ല. അതില്ലേ? ഇല്ലില്ല, ആ പരിപാടിയൊന്നും ഇല്ല. എന്താ നിർത്തിയത്? അത് ഞാൻ നിർത്തി കളഞ്ഞു. പണ്ട് എന്നെ ഈ ഉദ്ഘാടന പരിപാടികളൊക്കെ കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇവരെ ആരും അറിയാതെ ഇങ്ങനെ തീ തുപ്പണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പ്രോഗ്രാം പരിപാടി കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ എന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു. ഞാനും അറിയാതെ സെൻട്രൽ നിന്ന് ആരും അറിയാതെ ഒരു ഒറ്റ തീയൂതല്, ഒരു വലിയ തീകോളം വെള്ളേക്ക് അങ്ങ് പൊങ്ങി അങ്ങ് പോയി. എവിടെയായിരുന്നു ഉദ്ഘാടനം? അത് പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനമായിരുന്നു. ഞാൻ അറിയില്ല അത് സംഭവം. മൊത്തം കത്തിപ്പോയി. മൊത്തം കത്തിപ്പോയില്ലേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പഴയ കളരിയാണല്ലോ. ഞാൻ ഈ തീകോളം ഇങ്ങനെ മേളിലേക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ പിള്ളേര് മലക്കം മറിഞ്ഞ് പുറകോട്ട് പോണ ഒരു ഒറ്റ പോക്ക് ചെന്നിടിച്ചൊരു തെങ്ങേല്. 4 ദിവസം കഴിഞ്ഞ് ഞാൻ കണ്ടു തുറക്കുമ്പോ ICU കിടക്കുക. സംഗതി മൊത്തം പ്രശ്നമായില്ലേ? ഞാൻ ഈ പെട്രോൾ പമ്പിന് തീ വെച്ചു എന്ന് പറഞ്ഞ എന്റെ താകമ ജംഗമ വസ്തുക്കൾ ഉടുതുണി ഉൾപ്പെടെ ഇവരെല്ലാം ജപ്തി ചെയ്തോണ്ട് പോയി. ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങാൻ പറ്റുമോ? ഞാൻ മേത്ത് മൊത്തം പ്ലാസ്റ്റർ ഇട്ടേക്കുമല്ലേ. ഇവന്മാരിതൊന്നും പറഞ്ഞില്ലേ, പ്ലാസ്റ്റർ മൊത്തം അങ്ങോട്ട് വെട്ടി. എന്നിട്ട് ഞാൻ നഗ്നനായിട്ട് നിൽക്കുന്നു. ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഇനി ഒരു ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല എന്ന്. ഞാനിങ്ങനെ പുറകിലേക്ക് നോക്കിയപ്പോ അവിടെ ഒരു വലിയ ചേമ്പല നിൽക്കുക, 2 എണ്ണം. ഞാനതിങ്ങനെ പറിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഞണ്ട് പോണായി ഇങ്ങനെ ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് വന്നു. എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് ഞാൻ ഇടാ വില ഇതാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ പെണ്ണുമ്പിള ഇറങ്ങി വന്നു പറയാ, ദൈവമേ അതേ ആദം വന്ന് നിൽക്കുന്നു. എന്റെ പൊന്നെ, അടിമാലി ആശാന്റെ ചങ്കൂട്ടൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. ഇതൊന്നുമല്ല സംഭവം. ഇത് വെച്ചാൽ എന്റെ ചങ്കത്തുണ്ടല്ലോ കുതിര ചവിട്ടിയിട്ട് ചങ്കത്ത് കയറി ചവിട്ടിയിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് പറൂന്ന് പറഞ്ഞ് ഓടിപ്പോയവനെ ഈ ഞാൻ. കുതിര ചങ്കത്ത് ചവിട്ടിയിട്ട് പറൂർക്ക് പോയെന്നാ? പറവൂർക്കല്ലടവേ, ഭയങ്കര സ്പീഡിൽ പോയിന്ന് ഞാൻ. അങ്ങനെ ചേട്ടാ, കുതിരയൊക്കെ ചങ്കത്ത് കയറി ചവിട്ടി ആളെ ചത്തൂലേ? പിന്നെ പച്ചക്കുതിര ചവിട്ടിയിട്ട് ഇവിടെ എത്ര പേരെ ചത്തു വയ്ക്കണമെന്ന് അറിയാൻ പാടില്ല. ഏത് ലോകത്തേക്ക് അപ്പൊ താമസിക്കണ്ട, തമാശക്ക് നിർത്തിക്കോ. സീരിയസ് ആണ് താൻ. കാരണം അവിടുത്തെ ഷൂട്ട് ഞാൻ ബ്രേക്ക് ചെയ്ത് വെച്ചേക്കണം. എല്ലാവരും കൂട്ടിട്ട് പെട്ടെന്ന് ആ ഫ്ലോറിലേക്ക് വന്നേക്കണം. ഓക്കെ? അപ്പൊ അശ്വതി ഒന്ന് പറഞ്ഞു വിട്ടേക്കണേ. ഓ ശരി. സീരിയസ് ആയതാ. ചേട്ടൻ അങ്ങോട്ട്. ഞാൻ അങ്ങോട്ടില്ല, അശ്വതി അങ്ങോട്ട് വെക്കോ. ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് പോവാണല്ലേ? പെട്ടെന്ന് പൊക്കോണം അങ്ങോട്ട്. എല്ലാം പൊക്കോളാം. ഓക്കെ. കൊച്ചിന്റെ ഒരു കാര്യം ആശാൻ നിന്ന് അങ്ങോട്ട് വാവച്ച് സംസാരിച്ചേ? അങ്ങേരോട് എന്തിനാ വാവച്ച് സംസാരിച്ചേ? പിന്നെ ഞാൻ ഞെറ്റി വെച്ച് സംസാരിക്കണം. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ, ഒച്ച വെച്ച് സംസാരിച്ച എന്തിനാന്ന്? പിന്നെ ഒച്ച വെച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ വിചാരിക്കൂടാ ഞാൻ കഴിവില്ലാത്ത ഊമയാന്ന് വിചാരിക്കില്ലേ? അല്ല, അതൊന്നും ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങോട്ട് ചോദിക്കാൻ വന്നത്, എന്നെ വീട്ടിൽ നിന്ന് എന്തെന്നും പറഞ്ഞാൽ വിളിച്ചോണ്ടോ അഭിനയിക്കാനാണോ? അതെ. എന്നിട്ട് എന്റെ നായിക എവിടെ? കൃഷ്ണൻകുട്ടി നായർ ചോദിക്കാനായിട്ട് ചോദിച്ചേട്ടോ. എന്നിട്ടെന്റെ നായിക എവിടെയെന്ന്. എനിക്ക് നായിക കുറിച്ച് അറിയണം. നിനക്ക് കാര്യം എന്താണെന്നറിയാമോ? ഞാൻ മനസ്സിൽ നല്ല സ്ത്രീ സങ്കല്പമുള്ള ഒരു മനുഷ്യനാണ്.
ഞാൻ കല്യാണം കഴിക്കാത്തത് തന്നെ എന്റെ മനസ്സിൽ നല്ല സ്ത്രീ സങ്കല്പം കിടക്കുന്നുണ്ട് തന്നെ. ആണോ? അതെ. അതാ നിന്റെ സങ്കല്പത്തിലെ പെണ്ണെങ്ങനെയുള്ള? എന്റെ സങ്കല്പത്തിലെ പെണ്ണ് കരിങ്കൂവള കണ്ണ്, അയ്യോ മുടി അഴിച്ചിട്ട നിലത്ത് കിടക്കണം. പക്ഷെ ഉറുമ്പ് കയറി ഒന്ന് ചെവി കയറി കേട്ടോ. ആണോ? എന്നാ പിന്നെ ഒരു മുട്ടിന്റെ അടുത്ത് ഒരാക്കിയാലോ? ആ മതി മതി മതി. അപ്പൊ പിന്നെ കരിങ്കൂവള കണ്ണ്, നല്ല മുട്ടറ്റം വരെ മുടി, നല്ല അരയെന്ന നടത്തം. മുട്ടയിടാൻ പറയോ? ആരോട്? അരയന്നത്തിനോട്. അതല്ലെന്ന്, ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി നടന്നു പോകുന്നത്. ആ പെണ്ണുങ്ങൾ ഇങ്ങനെ നടന്നു, അതാണോ അരയെന്ന നടത്തം. അപ്പൊ കരിങ്കൂവള കണ്ണ്, മുട്ടറ്റം മുടി, അരയെന്ന നടത്തം, നല്ല നിറം, നല്ല പൊക്കം, നല്ല മനസ്സ്. അതൊക്കെയാണ് എന്റെ മനസ്സിലുള്ള നല്ല സ്ത്രീ സങ്കല്പം. നിന്റെ മനസ്സിലുള്ള സ്ത്രീയുടെ സങ്കല്പം ഇതാണ്. ഇതൊക്കെയാണ്. ഈ പെണ്ണിനും ഇല്ലടാ ഇതുപോലത്തെ ഓരോ സങ്കല്പങ്ങള്. നീ എന്താ അത് ചിന്തിക്കാത്ത? ആശാന ഇങ്ങോട്ട് നോക്കിയേ. എന്റെ ആശാന ഇവിടെ വല്ലതും നടക്കുമോ? ഷൂട്ട് വല്ലതും നടക്കുമോ? എടാ ഷൂട്ട് നടക്കും. ഞങ്ങൾ അവിടെ വെയിലത്തിരുന്ന് പൊരിയാണ് അത്രയും പേരും കൂടെ. അഥവാ ഷൂട്ട് ഇത്തിരി താമസം എടുക്കുന്നെങ്കിൽ ഞാൻ പത്ര ഓഫീസ് വരെ പോയിട്ടില്ല. അതെന്തിനാ പത്ര ഓഫീസിൽ പോണേ? അയ്യോ, പത്ര ഓഫീസ് പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒരു കൊച്ചിനെ കാണാനില്ല. കൊച്ചിനെ കാണാനില്ല. കൊച്ചിനെ കാണാനില്ല. വീട്ടിൽ നിന്ന് തന്തയായിട്ട് പിണങ്ങി ഓടിയതാ. ഞാൻ ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കിയിട്ട് പത്ര ഓഫീസ് കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചു. പരസ്യം വന്നതിന് ചെറുക്കൻ ആരെങ്കിലും കൊണ്ട് കൊടുക്കട്ടെ. കാണാനില്ല എന്നുള്ള ഇതല്ലേ? അതെ, ഞാൻ എഴുതിയതാ. അക്ഷരത്തെറ്റുണ്ടോ വായിച്ചു നോക്കേട്ടാ. ആ അവിടെ ഓ ഞാനാ എഴുതി വെച്ചാൽ മാൻകുഞ്ഞിനൊക്കെ വരച്ച് വെച്ചേക്കണോ? മോനെ, നീ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം നിന്റെ അമ്മ ജനപാനം കഴിച്ചിട്ടില്ല. ബ്രാക്കറ്റിൽ ജാനുവോ? ബ്രാക്കറ്റിൽ ജാനുവോ? ജാനുന്നല്ല, ഞാനും. അതാരാ? അച്ഛൻ. നീയാണോ കൊച്ചിന്റെ അച്ഛൻ? അയ്യോ, ഞാനല്ലോ കൊച്ചിന്റെ അച്ഛൻ. ഈ അച്ഛൻ എഴുതിയിട്ട് അവസാനം ഞാനൊന്ന് പറയുമല്ലോ. ആ അതല്ലേ. ഈ കത്ത് കിട്ടിയാൽ ഉടൻ തന്നെ നീ തിരിച്ചു വരണം. വന്നില്ലെങ്കിൽ തെണ്ടി നിന്നെ പിച്ചാത്തി കൊണ്ട് മേലാസകലം വരഞ്ഞ് കുരുമുളക് പൊടി തേച്ച് തല കീഴെ കെട്ടിത്തൂക്കി കത്തിച്ച് എണ്ണയിലിട്ട് പൊരിക്കും ഞാൻ എന്ന് വിഷമത്തോടെ മാതാപിതാക്കൾ വരും. ഈ കത്ത് കിട്ടിയ ഉടൻ തന്നെ ആ കൊച്ചു വരും കേട്ടോ. അതെ, ഒരു 500 രൂപ ഉണ്ടെങ്കിൽ തരുമോ? അതിനാ ഈ KSE ബിൽ, ഇലക്ട്രിസിറ്റി ബില്ലടക്കെ ഉണ്ട് വീട്ടിൽ. ഒരു ഒറ്റ അടിയാൻ പറ്റുന്നല്ലോ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ വേറെ വല്ല പണി എടുത്ത് വെച്ച് നീ ചെലവിന് ഉണ്ടാക്കി കൊടുത്തിട്ട് നീ ഇലക്ട്രിസിറ്റി പോയി കൊടുത്തോളാം. എൻ്റെ പൈസ കിട്ടില്ല കേട്ടോ. എന്റെ ആശാന, ഞാൻ മനഃപൂർവ്വം പണിക്ക് പോയിരിക്കുന്നതാണോ? ആനാ ചേട്ടാ, അതൊന്നുമല്ല. ചേട്ടന് ഇത്തിരി ലാടവൈദ്യമൊക്കെ ഉള്ളതാണല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെങ്കിലും ഈ കഷ്ടകാലത്തിന് ഒരു മരുന്ന് എഴുതി തരാൻ പറ്റുമോ? കഷ്ടകാലത്തിന് മരുന്ന് എഴുതണം. കഷ്ടകാലത്തിന് മരുന്നൊന്നുമില്ല. ആ ചേട്ടൻ വിചാരിച്ച നടക്കും. ചേട്ടൻ ലാടവൈദ്യനാണല്ലോ. നീ എങ്ങനെ പുകഴ്ത്തി പറഞ്ഞോണ്ട് ഞാൻ എഴുതി തരാം. അത് സാധനങ്ങൾ നിങ്ങൾ മേടിച്ചുകൊണ്ട് തരുവാണെങ്കിൽ ഞാനത് ഉണ്ടാക്കി തരാം. ഭൂമിക്ക് താഴെയുള്ളതാണെങ്കിൽ ഞാൻ കൊണ്ടുതരാം. ഭൂമിക്ക് താഴെയോ? ഭൂമിക്ക് താഴെ എന്ന് പറയുമ്പോൾ അല്ല ആകാശത്തിന് താഴെയാണെങ്കിൽ. ആകാശത്തിന് താഴെയാണെങ്കിൽ ഞാൻ കുറച്ച് കാർമേഘം എടുത്തുകൊണ്ടാ. കാര്യമായിട്ട് പറയട്ടെ, ഞാൻ കൊണ്ടുതരാൻ കത്താലം മാറണ്ടേ? ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. കൂത്താടിയുടെ 4 അടിത്താടി വേണം. കൂത്താടിയുടെ 4 അടിത്താട. എന്റെ കത്താലേ അതേ കണക്ക് അങ്ങ് തുടർന്നോട്ട്. അതല്ലേ? വേറെ സംഭവം ഉണ്ടോ? വേറെ ഒന്നും വേണ്ട. അമീബയുടെ വരലിലെ നഖം വേണ്ടേ? എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ പറയുന്ന പോലല്ല. എനിക്ക് അവിടുത്തെ ഫ്ലോറിൽ ഈ സംഭവം അടിച്ച് കയറണമെന്ന്. ഈ ഇന്ത്യൻ മ്യൂസിക്കിൽ ആലപ്പുഴ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ദൈവത്തെ വിചാരിച്ച് ഞാൻ പറയുന്ന ചെയ്യും. നമുക്ക് സിംഗാരി മേളം അല്ല വേണ്ടത്, പാണ്ടിമേളം. അതിനകത്ത് ഞാൻ ഒരു ഇതിനും തയ്യാറില്ല. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കൂ. നമുക്ക് പാണ്ടിമേളം ഒന്ന് വെച്ചിട്ട് പോയി. പിന്നെ എന്താ പേര്? പാണ്ടിമേളം. പാണ്ടിമേളം ശ്യാം തൃക്കുന്നപ്പുഴ ജില്ലാ ക്യാപ്റ്റനാ. ഏത് കബഡിയുടെയോ? അയ്യോ അല്ലല്ല, മറ്റേ ഇന്ത്യൻ മ്യൂസിക് ലീഗ് അതിന്റെ ആലപ്പുഴ ജില്ലയുടെ ക്യാപ്റ്റനാണ് ഞാൻ. ശരി. അപ്പൊ നിങ്ങളാണോ എന്നെ വിളിച്ചത്? അതെ, ഞാൻ നിങ്ങളെ വിളിച്ചായിരുന്നു. നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട് വേണം നിങ്ങൾക്ക് ഉഗ്രൻ ഒരു പണി തരാൻ. പണിയോ? അല്ല, ഒരു ഉഗ്രം പരിപാടി തരാനായിട്ട്. എന്റെ നാട്ടിലാ. എവിടെയത്? തൃക്കുന്നപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പുള്ളി കേൾക്കണ്ട, 10 പ്രാവശ്യം പറയിപ്പിക്കും കേട്ടോ. ആണോ? എന്നാ തൃക്കുന്നപ്പുഴ അയ്യപ്പന്റെ അമ്പലം. പക്ഷെ അയ്യപ്പന്റെ അമ്പലത്തിന്റെ അഡ്രസ്സിൽ നിങ്ങളുടെ പരിപാടി ഞാൻ ബുക്ക് ചെയ്യത്തില്ല. എന്താ? എന്ന് വെച്ചാൽ ഞാൻ കളിക്കുന്നിടത്തല്ല നിങ്ങൾ ചേമ്പ് നടന്നത്. അയ്യോ, അമ്പലത്തിൽ ചേമ്പ് നടാനാണ് ഞങ്ങളെ വിളിക്കുന്നത്? അതല്ലെന്ന്. നിങ്ങളോട് എവിടെ വരാനാണ് ഞാൻ പറഞ്ഞത്? ഞങ്ങളോട് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ. ഫ്ലവേഴ്സിന്റെ ഫ്ലോറിലെന്നല്ല, മ്യൂസിക് ലീഗിന്റെ ഫ്ലോറിൽ വരാൻ പറഞ്ഞു. ആണേ, നിങ്ങൾ വന്ന ഈ കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫ്ലോറിൽ. അതാ ഞാൻ പറഞ്ഞത്. അയ്യപ്പന്റെ അമ്പലത്തിന്റെ അഡ്രസ്സിൽ പരിപാടി ബുക്ക് ചെയ്താൽ നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ചേലക്കാട്ട് അമ്പലത്തിലോ അല്ലെങ്കിൽ മതുക്ക അമ്പലത്തിലോ വന്ന് പരിപാടി നടത്തിയിട്ടു. ഇതാകുമ്പോൾ ആ അമ്പലത്തിന്റെ അഡ്രസ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് തൃക്കുന്നപ്പുഴ അമ്പലത്തിൽ ഒന്ന് പരിപാടി കളിച്ചു. അടിപൊളി. ഭയങ്കര ബുദ്ധിയാണ് നിങ്ങൾ. ഭയങ്കര ബുദ്ധിയാ. പിന്നെ നമുക്ക് എന്ത് വില കൊടുത്തും നമുക്ക് നമ്മുടെ അവിടുത്തെ എപ്പിസോഡ് കിടിലമാക്കണം. ആടിച്ച് പൊളുത്തിരിക്കും. അപ്പൊ ഈ നാടൻ നമ്മുടെ ഈ ജീവികളൊക്കെ ഉണ്ടല്ലോ. ജീവികളുണ്ട്. എല്ലാ ജീവികളും ഉണ്ട്. ഏതൊക്കെ ജീവികളുണ്ട്? മാൻ, മയിൽ, പരുന്ത്. മാനും മയിലും പരുന്ത് ഒറിജിനൽ അല്ല. ആൾക്കാർ വേഷം കെട്ടും. ആൾക്കാർ വേഷം കെട്ടുന്നതാണോ അത്? അയ്യോ, അപ്പൊ ആരെ സ്ഥിരം പാമ്പായിട്ട് വരുന്നത്? സ്ഥിരം പാമ്പായിട്ട് വരുന്നത് ഞാനാ. ഏത് സമയത്ത്? ഏത് സമയത്ത് ഞാൻ പാമ്പാണ്. അയ്യോ, നിങ്ങളിപ്പോ ഈ പരിപാടിക്ക് കള്ളുടിച്ചാണോ പോകുന്നത്? കള്ളുടിച്ചാണോ പരിപാടിക്ക് പോകുന്നത്? അല്ല, നീ പരിപാടിക്ക് താമസിച്ച് ചെല്ലുന്നു ഒക്കെ ചെല്ലുവാണല്ലോ. അപ്പൊ ഒരു ധൈര്യത്തിന് വേണ്ടി ഞാനൊരു ചെറുത് കഴിക്കാറുണ്ട്. ദൈവമേ, അത് കൊള്ളാം. എന്റെ പൊന്നാച്ചാൻ അങ്ങനെ കഴിക്കരുത് മദ്യം. ഇപ്പൊ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നിങ്ങൾ സ്ഥിരം ഡെയിലി മദ്യപിക്കുമോ? ഡെയിലി ഞാൻ മദ്യപിക്കും. എത്ര രൂപയ്ക്ക് മദ്യപിക്കും? ഡെയിലി മദ്യപിക്കുമെന്നല്ല, മദ്യപിക്കും. ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 600, 400, എന്തായാലും ഒരു 450 രൂപയ്ക്ക് ഞാൻ എന്തായാലും മദ്യപിക്കും. ഡെയിലി 450 രൂപയ്ക്ക് മദ്യപിക്കും? ഡെയിലി ഞാൻ 450 രൂപയ്ക്ക് മദ്യപിക്കും. സുരാട്ട, ഇത് കേട്ടോ,
ഒരു മനുഷ്യനെ ഡെയിലി 450 രൂപയ്ക്ക് മദ്യപിക്കുമെന്ന്. കൊള്ളാം കേട്ടാ, സമ്മതിച്ചല്ലോ എന്തായാലും. കേട്ടാ 450 രൂപയ്ക്ക് ഒരു മനുഷ്യൻ ഡെയിലി മദ്യപിക്കുമെന്ന്. പക്ഷെ എന്തോ എനിക്കറിയാൻ വയ്യ. 450 രൂപയ്ക്ക് ഒരു മനുഷ്യൻ ഡെയിലി മദ്യപിക്കും. ഇവർക്ക് എല്ലാവർക്കും ചെവി കേൾക്കണ. പുള്ളിയോട് പറഞ്ഞപ്പോ തന്നെ എല്ലാരും കേട്ടു. പറഞ്ഞു നിങ്ങൾ മദ്യപിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു എല്ലാരെയും വെച്ചങ്ങ് പറയുവാണ്. നിങ്ങൾ 450 രൂപയ്ക്ക് ഡെയിലി മദ്യപിക്കത്തില്ലേ? ഞാൻ മദ്യപിക്കും. മദ്യപിക്കും. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. 450 രൂപ ഒരു ദിവസം നിങ്ങൾ മദ്യപിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആഴ്ചയിൽ 6 ദിവസം, മാസത്തെ 30 ദിവസം, വർഷത്തെ 365 ദിവസം. അപ്പോ 450 × 365 ഒന്ന് കുടിച്ചേ. അത് കൊള്ളാലോ. എന്താ വായി തോന്നണ കണക്കുണ്ടാക്കിയിട്ട് എന്നോട് കൂട്ടി കൊടുക്കാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുടിച്ചിട്ടല്ലേ പറഞ്ഞു. 450 × 365. അപ്പൊ മൊബൈൽ ഇപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മൊബൈലിൽ നാക്കൊക്കെ ഉണ്ട്. അതല്ല, മൊബൈലിന്റെ കണക്കും പ്രകാരം നിങ്ങൾ ഈ 450 രൂപ ഒരു ദിവസം കളയുന്നില്ലേ, ആ പൈസ നിങ്ങൾ സ്വരൂപിച്ച് വെച്ചാൽ 365 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബെൻസ് മേടിക്കാനുള്ള പൈസ നിങ്ങളുടെ ഉണ്ടാവും. നേരാണോ ഇത്? ഇത് ഞാൻ പറയുന്നാൽ ഇത് മൊബൈലിന്റെ കണക്കാണ്. സുരാജ് ഭായി പറഞ്ഞ നേരാണത്? സത്യമാണ്. നിങ്ങൾ ഡെയിലി 450 രൂപ വെച്ച് കുടിക്കുകയാണെങ്കിൽ അവസാനത്തെ കണക്ക് എനിക്കറിയില്ല, ചിലപ്പോൾ ഏറ്റക്കുറച്ചിലൊക്കെ വരും. എന്തായാലും ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെൻസ് കാർ എടുക്കാനുള്ള കാശ് ആണ് നിങ്ങൾ ഡെയിലി ഇങ്ങനെ മദ്യപിച്ച് കളഞ്ഞത്. ആണല്ലേ? ഉണ്ടോ? കിട്ടും, എനിക്ക് ഉറപ്പല്ലേ. അത് അങ്ങനെ. നിങ്ങൾ കുടിക്കാറുണ്ടോ? ഞാൻ കുടിക്കാറൊന്നുമില്ല. ഇല്ലല്ലേ? ഇല്ല. എന്നാ ബെൻസിന്റെ താക്കോലും തന്നെ. അല്ല, അങ്ങനല്ല. സ്വരൂപിച്ച് വെച്ചാൽ അത് കിട്ടുമെന്നാ ഞാൻ എല്ലാരും ഉപദേശിക്കാൻ ഭയങ്കര മിടുക്കല്ലേ? ഭയങ്കര മിടുക്കനാ. ഒരിക്കലും ചേരാത്ത വിഗ്ഗും വെച്ചു വന്നേക്കാ, കാള നോക്കിയ പോലത്തെ വിഗ്ഗും വെച്ചു. അത് എന്റെ മുടി വേറെ പ്രസന്റ് അങ്ങ് പോയതാ വിഗ് വെച്ചിരിക്കുന്ന ഞാൻ. എടാ ബേബി ഷാലിനിക്ക് ഉണ്ടല്ലോ ഇതിൽ നല്ല മുടി. പണ്ടത്തെ ബേബി ഷാലിനിക്ക് ഇതിൽ നല്ല മുടി ഉണ്ടല്ലോ. ഇത് ഞാൻ വേറെ ചെയ്യിപ്പിച്ച പെട്ടെന്നേ. ഇതന്നെ ഒറിജിനൽ മുടിയല്ലേ? അല്ല, വിഗാണോ? വിഗ്. ഇതന്നെ ഇങ്ങനെ ചെറുപ്രായത്തിൽ നീ വിഗ് വെക്കാൻ കാരണം? അല്ല, അത് വേറെ കേസ് എന്താന്ന് വെച്ചാലേ, ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ വൈഫ് ഹൗസിൽ വിരുന്നിന് പോയി. വിരുന്നിന് പോയി. ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കയറി കിടന്നു കഴിഞ്ഞപ്പോഴത്തേനെ അമ്മായച്ചൻ ഇച്ചിരി അടിക്കുന്ന കൂട്ടത്തിലാ വെള്ളം. പുള്ളി അങ്ങോട്ട് ബെൻസില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പുള്ളിക്കും ബെൻസ് പഠിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പുള്ളി അവിടെ കിടന്ന ചീത്തവിളി എന്ന് പറഞ്ഞ ചീത്തവിളി, മറ്റേ അനാവശ്യം വർത്താനം, ബഹളവും, പാത്രം എടുത്തെറിയുന്നു, അത് ഇതൊക്കെ അങ്ങ് ബഹളവാ. എനിക്കൊരു ദേഷ്യമെല്ലാം കൊണ്ട് ഞാൻ കഥ അങ്ങോട്ട് തുറന്നിട്ട് ഞാൻ കയറി. നിങ്ങൾ എന്റെ അമ്മായിയപ്പനൊക്കെ ആയിരിക്കും. എനിക്കൊരു കാര്യം എനിക്ക് സ്വസ്ഥത വേണം വീട്ടിൽ. നിങ്ങളുടെ മോളെ ഞാൻ കെട്ടിയെന്ന് വെച്ച് എന്നെ മണ്ടക്കേറാൻ വരുന്നു. ഞാനല്ലടാ നിന്റെ അമ്മായിപ്പൻ. നീ എന്തിനാ എന്നോട് പറയണേ? അല്ല, ഞാൻ രോഷം കൊണ്ട് അവിടെ പറഞ്ഞ ഞാൻ എന്നും പറഞ്ഞ് ഞാൻ എന്റെ വായി വന്ന സകലതും ഞാനങ്ങ് പറഞ്ഞു. സകലം ഞാൻ എനിക്ക് അതുപോലെ പിടിവിട്ട് പോയി. അല്ലേ? ഇത് കേട്ടതും പുള്ളിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടേ പുള്ളി വിഷമായി പോയി. പുള്ളി എന്നോട് പറഞ്ഞു, മോനെ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ പറ്റിപ്പോയെന്ന് പറഞ്ഞ് പുള്ളി നേരെ അടുക്കളയിലോട്ട് പോയിട്ടേ പുള്ളി ഒരു ടീന് മണ്ണെണ്ണ എടുത്തോണ്ട് പുള്ളിയുടെ തലവഴി ഇങ്ങനെ ഒഴിച്ചിട്ട് നിൽക്കുമോ ഈപ്പിടിയായിട്ട്. ഞാൻ ചാവണ്ടവനാ, ഞാൻ ചാകും മോനെ, ഞാൻ വിഷമിപ്പിച്ചെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോ എനിക്ക് വിഷമമായി. എന്റെ അച്ഛനല്ലേ, അമ്മയച്ഛനാകുമ്പോ എന്റെ അച്ഛന്റെ സ്ഥാനമല്ലേ. ഞാൻ പറഞ്ഞു, അച്ഛാ അമ്മണ്ണ പടക്കണം, അച്ഛൻ അങ്ങനെ ചെയ്യരുത് അച്ഛാ, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഞാൻ ആ തെറ്റുകാരൻ. അതെ, ഞാൻ ഈ ജീവിച്ചിരിക്കേണ്ടവല്ല, ഞാൻ ഇനി മണ്ണെണ്ണ തലവഴി ഞാൻ വിളിച്ചു എന്നെ കൊല്ലച്ചാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുക. അപ്പൊ പുള്ളി തന്നെ ഇത് പുള്ളി ആ കയ്യിരുന്ന തീപ്പെട്ടി കൊള്ളൊഴിച്ച് എന്റെ തലയിൽ അങ്ങ് ഇട്ട് തന്നു. 1.5 മണിക്കൂർ നിന്ന് കത്തി. അവസാനം ഈ പുകയും കരിയൊക്കെ മാറിയപ്പോഴേ 5 അടി 8 ഇഞ്ചുള്ള ഒരു നീഗ്രോ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ആ അവസ്ഥ നിൽക്കുന്ന എന്നോട് ആ പുള്ളി പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അല്ലല്ല, പുള്ളി ആദ്യമായിട്ട് ആ നീഗ്രോയെ കാണുന്നത്. ഞാനൊരു സെൽഫി എടുത്തോട്ടെ. ആ പുല്ലിനെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അപ്പോഴേ അടിച്ചിറക്കി 5 സെന്റ് സ്ഥലം എഴുതി എന്റെ പേരിലങ്ങ് മേടിച്ചു. ഈ കരിഞ്ഞ തലയും വെച്ച് മിടുക്കൻ. പിന്നെ നിങ്ങളുടെ നാടൻ പാട്ട് ടീം ഏതാണെന്ന് വിളി, എനിക്ക് കൃത്യമായിട്ട് കണ്ടച്ച് വേണം എനിക്ക് അവിടെ അവതരിപ്പിക്കാൻ. ആണോ? ശരി. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞാൻ പറഞ്ഞ ആലപ്പുഴ ജില്ലാ ക്യാപ്റ്റനാ. മൊത്തം എന്റെ തലയിലാണ് വരുന്നത്. നാടൻപാട്ട് പാട്ടുപുരയുടെ പരിപാടി എന്ന് പറഞ്ഞു. അത് അങ്ങനത്തെ തന്നെയായിരുന്നു. അതാണ് ഞാൻ വിളിക്കാൻ കാരണം. തന്നന്നാനോ താനിന്നാനോ തന്നന്നാനോ താനിന്നാനോ തന്നന്നാനോ താനിന്നാനോ ഇന്നയറ്റിയമ്മോ ഉള്ളതിരിക്കണേ ഇന്നയറ്റിയമ്മോ ഉള്ളതിരിക്കണേ ഇന്നയറ്റിയമ്മോ ഉള്ളതിരിക്കണേ ആളു പോരാഞ്ഞിട്ടോ ലങ്കാരം പോരാഞ്ഞോ ആളു പോരാഞ്ഞിട്ടോ ലങ്കാരം പോരാഞ്ഞോ ആളു പോരാഞ്ഞിട്ടോ ലങ്കാരം പോരാഞ്ഞോ ആളു പോരാഞ്ഞിട്ടോ ലങ്കാരം പോരാഞ്ഞോ. എന്താന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നിർത്തി അങ്ങോട്ട് വന്നൊന്നും പറഞ്ഞില്ലേ? അതെന്തിനു ഞങ്ങൾ അങ്ങോട്ട് വന്നേ? എന്റെ ജോലി കളിഞ്ഞാൽ നിനക്ക് മതിയാവുള്ളേ. അങ്ങനെ നിങ്ങളുടെ ജോലി പറഞ്ഞേ? ഇത് സൂപ്പർ കോമഡി, സൂപ്പർ നൈറ്റ് എന്നുള്ള കോമഡി പ്രോഗ്രാം നടക്കുന്ന ഫ്ലോറാണ്.
അവിടെയാണ് പാട്ട് നടക്കുന്നത്, അങ്ങോട്ടല്ലേ വരേണ്ടത് നിങ്ങള്. അല്ല അവിടെയല്ലേ പാട്ട് നടക്കണേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങോട്ട് വന്നേ. തർക്കിക്കാനില്ല, ഞാനിവിടെ നിന്നോ. സുരേട്ടാ ക്ഷമിക്കണോട്ടാ, പറഞ്ഞല്ലോ ആ ഫ്ലോറിൽ അവര് വരേണ്ടത്. ഞാൻ നേരത്തെ അങ്ങോട്ട് വരാൻ പറഞ്ഞ് പോയതായിട്ട് വന്നില്ലെന്നേ. ഒന്ന് ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഒന്ന് അല്ല അത് ഞാൻ പറഞ്ഞ ഈ നീ പെർഫോമൻസ് മിണ്ടാതിരിക്കടാ. സുരേട്ടാ, ഇത് ഇന്ത്യൻ മ്യൂസിക് ലീഗിൽ പാടാൻ വന്ന സപ്പോർട്ടിംഗ് ടീമാണ്. അല്ല അതെനിക്ക് മനസ്സിലായി. ഞാൻ നാടൻപാട്ട് ആശാൻ. നടമട്ടാശനായിരുന്നു. ഞാൻ പ്രോഗ്രാം ഒക്കെ ഇവിടെ ഇരുന്ന് കണ്ടിരുന്നു. ശരിക്കും മ്യൂസിക് ലീഗ് ഇവിടെ വെച്ചല്ല ഷൂട്ട് ചെയ്യുന്ന, വേറെ ഫ്ലോറാണ്. പക്ഷെ എന്റെ ജോലി പോയൊരവസ്ഥയാണ്. ഇല്ല, നിങ്ങൾ ജോലിയൊന്നും പോകില്ല, പേടിക്കണ്ട. സംഭവിച്ചെന്തായാലും ശരിക്കും ഇവര് അവിടെയാണ് പാടേണ്ടിരുന്നത്. പക്ഷെ ഇവര് വരാത്തതുകൊണ്ട് നല്ല ഉഗ്രൻ ടീമിനെ വെച്ച് ഞങ്ങൾ അടിപൊളി എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പുറത്ത് ഇവരുടെ ചാൻസ് പോയി. ഇന്ത്യൻ മ്യൂസിക് ലീഗില്. പക്ഷെ എനിക്ക് സങ്കടം അതല്ല, ഇവിടത്തെ ഷൂട്ട് നടന്നില്ലോ എന്നുള്ള സങ്കടം. അല്ല, അങ്ങനെ സങ്കടപ്പെടണ്ട. ഒരു കലാകാരന്റെ വിഷമം എനിക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് ഒരു സ്റ്റേജ് കലാകാരന്റെ. നമ്മളിവിടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് ശരിക്കും ഈ എപ്പിസോഡ് ഫുൾ അങ്ങ് ഷൂട്ട് ചെയ്തു. നിങ്ങൾ അറിയാതെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തു. നമ്മുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് എടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ ടീമിന്റെ പേരെന്താന്ന് പറഞ്ഞു? കാഞ്ഞൂർ നാട്ടുപൊലിമ നാടൻ പാട്ടുപുര. എന്നാ ആ പുരയ്ക്ക് എന്തായാലും ഇനി അഭിവൃദ്ധിയെ ഉണ്ടാവും. കാര്യം വെച്ച് നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതെ, സംശയിച്ചോട്ടെ, ഇതിന്റെ ഇടയിൽ ഞാൻ ഇടക്ക് വന്നിരുന്നു. അത് ഒരു പ്രശ്നമല്ല. കോർഡിനേറ്റർ അല്ലേ ഇന്ത്യൻ മ്യൂസിക് ലീഗിന്റെ? ഒരു വിഷയമല്ല. എന്നെ ഷൂട്ട് ചെയ്ത് അതെല്ലാം നമുക്ക് ഹ്യൂമർ ആയിട്ടാ തോന്നിയത്. നാട്ടുകാർ കാണും, എല്ലാവരും കാണും. ഏത് ക്യാമറയിൽ നോക്കിയാ പറയണം നാട്ടുകാരോട്? ഇവിടെ കംപ്ലീറ്റ് ക്യാമറയാണ്, എങ്ങോട്ടെങ്കിലും നോക്കി പറഞ്ഞു. അതെ, നമസ്കാരം. സാധാരണ എന്റെ കോർഡിനേറ്റർ ആണെന്ന് നാട്ടിൽ പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ മനസ്സിലാക്കിയോ, ഞാനില്ലാണ്ട് ഈ ഫ്ലവേഴ്സ് ചാനലിൽ ഒരു പരിപാടി മുന്നോട്ട് പോകില്ല. അടിപൊളിയായി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പിന്നെ സുരേഷിന് പറയാനുള്ളത്, നാളെ രാവിലെ 10 മണിക്ക് ഷൂട്ട് തുടങ്ങും. കൃത്യമായിട്ട് വന്നേക്കണം. എന്റെ സ്വഭാവം മാറും, മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം നാട്ടുകാർ കംപ്ലീറ്റ് കേട്ട് ഇതിന്റെ മെയിൻ ആൾക്കാരും കേട്ട് കഴിഞ്ഞു. അപ്പൊ ഇതോടുകൂടി തന്റെ ജോലിയും വിടുന്നു. അയ്യോ, തമാശ പറഞ്ഞാണ് ഞാൻ. അങ്ങനെയൊക്കെ ഇത് പബ്ലിക് ആയിട്ടാണ് കാര്യം തമാശകൾ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ വെറുതെ ആളാൻ വേണ്ടി പറഞ്ഞു പോയതാ. ഇനി ഇത് ആവർത്തിക്കരുത്. ജോലി എന്തായാലും പോയി. എന്റെ പൊന്നെ സുരാജ് ഭായി എന്റെ മാനം രക്ഷിച്ചു. കാരണം ഞാൻ പെണ്ണുമ്പളോട് പറഞ്ഞിട്ട് ഞാൻ TV യിൽ അവതരിപ്പിക്കാൻ വേണ്ടി വരുവാന്ന് പറഞ്ഞു. അവിടെ എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞങ്ങൾ അറിയാതെ തന്നെ ഈ പരിപാടി നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തല്ലോ. സന്തോഷം. താങ്ക് യു. ഈ സന്തോഷത്തിന് വേണ്ടി നല്ല അടിച്ചു പൊളി ഒരു നാടൻ പാട്ടുകളെ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എല്ലാ ടീമും ഉണ്ടല്ലോ, റെഡി? തകർത്തൊരു പാട്ട്. എന്നാലും എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും. എന്നാലുമേ എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും. എന്നാലുമേ എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും. എന്നാലുമേ എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും. വേണം പോലും പിന്നെ വേണ്ട പോലും അല്ലാതെ തന്നെ വീട്ടിലാക്കേ. വേണം പോലും പിന്നെ വേണ്ട പോലും അല്ലാതെ കൊണ്ടെന്നെ വീട്ടിലാക്കേ. എന്നാലുമേ എന്റെ നാത്തുമാരെ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ശീലാമ്മ വീണ്ടും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുകയാണ്. അന്നത്തെ സൗന്ദര്യ സങ്കല്പം അല്ലെങ്കിൽ ഒരു മലയാളി പെൺകുട്ടി അല്ലെങ്കിൽ മലയാളി സ്ത്രീ എന്ന് പറയുന്ന അന്നത്തെ ഒരു സൗന്ദര്യ സങ്കല്പവും ഇന്നത്തെ സങ്കല്പവും തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? ലൈക് സൗന്ദര്യം സംരക്ഷിക്കാൻ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? അന്നത്തെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാ കുറച്ച് കൊഴുക്കും മുഴുക്കുന്ന കുറച്ച് തടിയൊക്കെ ഉണ്ടാവണം. അക്കാര്യത്തിന് ഞങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. കാരണം നല്ലതുപോലെ ആഹാരം കഴിക്കാം. ഇപ്പൊ വരുന്നവെല്ലാം അര ചപ്പാത്തിയും ഒരു അര ഗ്ലാസ് പാലും ഇങ്ങനെയൊക്കെ കഴിയുന്നവരാണ് ഇപ്പൊ. എനിക്കറിയാം നമ്മളൊക്കെ എങ്ങനെ കഴിച്ചോണ്ടിരുന്ന ശീലാമ്മയൊക്കെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ. അതെ, ഇങ്ങനെയാ ഒരു ഉരുള ചോറെടുത്ത് അതിന് പകുതി ഓരോ ചോറായിട്ട് എടുത്ത് ഇപ്പോഴത്തെ അത് ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. പിന്നെ ഈ സിനിമ അഭിനയം വിട്ട് ഞാൻ മാറി നിന്നെന്ന് പറഞ്ഞല്ലോ, അന്നേ വരയ്ക്കും പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല, ഞാൻ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. അങ്ങേയറ്റം പുരുവ മാത്രം ഞങ്ങളിങ്ങനെ പ്ലക്കർ കൊണ്ടിങ്ങനെ ചെയ്യുന്നല്ലാതെ ഞങ്ങൾക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നിയിട്ടും ഇല്ല.
20 വർഷത്തിന് ശേഷം സിനിമയിൽ വന്നതിന് ശേഷം ഒരുപാട്, പിന്നെ അവിടെ തന്നെ താമസം. അമ്മ ഇപ്പൊ ഇത്രയും സിനിമകൾ അഭിനയിച്ചു, അതില് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിക്കുന്നില്ല, കുഞ്ഞുങ്ങളെല്ലാം ഇഷ്ടമാണ്, എന്നാൽ ഏറ്റവും ഹിറ്റായ സിനിമ ഏതാണ്? ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും അറിയാലോ, ചെമ്മീൻ. ഓക്കെ, ചെമ്മീൻ സിനിമയിലെ ഒരു ഡയലോഗ് ഇല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം ചെമ്മീൻ സിനിമയിലെ കുറിച്ച് എന്തെങ്കിലും ഒരു അനുഭവം പറയാം. എങ്ങനെയാ വെച്ചാൽ ചെമ്മീൻ്റെ 30ാമത്തെ വർഷം ചെമ്മീൻ റിലീസായി 30ാമത്തെ വർഷം ഒരു വലിയ ഫംഗ്ഷൻ നടത്തിയവര്. ഇത്രത്തോളം ജനങ്ങളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അത്രത്തോളം ആൾക്കാരായിരുന്നു അതിന് വന്നത്. അപ്പോൾ അതിനെ വന്ന് അടൂർ ഭവാനി ചേച്ചി വന്ന് വളരെ അവശ്യമായിരുന്നു. അവരെ ഒരു ചെയറിൽ വെച്ചാണ് ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നത്. ഞാൻ അങ്ങനെ എല്ലാവരും വന്നിരുന്നു, അതിൽ അഭിനയിച്ച എല്ലാവരും വന്ന് എല്ലാവരും അവാർഡൊക്കെ മേടിച്ചു. അപ്പം അതിൽ വന്ന് 2 പെണ്ണുങ്ങൾ, അല്ല ഒരു 10-30 വയസ്സുള്ള 2 പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ വഴക്കുണ്ടാക്കിയോണ്ടാ കയറുന്നത്. അല്ല ഞാനാണെന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കുന്നത്. ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ആ ചെമ്മീനിൽ അഭിനയിച്ച ഒരു കൊച്ചുണ്ടല്ലോ, എൻ്റെ മടിയിൽ കിടന്നിങ്ങനെ ചിരിക്കുന്ന ഒരു കൊച്ചുണ്ട്, ആ കൊച്ചായിട്ട് അഭിനയിച്ചത് ഞാനാണെന്ന്. ഈ 2 പേര് തമ്മിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം അതിൽ അഭിനയിച്ച സത്യൻ സാർ ജീവനോടില്ല, ആര് ജീവനോട്, ഞാൻ മാത്രമേ ഉള്ള ജീവനോടുള്ള ഒരാള്. ഈ 2 പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. ഞാൻ വിചാരിച്ചു നമ്മൾ എന്തിനാ അതിൽ പോയി തലയിടുന്നത് അവര് തമ്മിൽ. എന്നിട്ട് 2 പേർക്കും ഓരോ അവാർഡ് കൊടുത്തവര്. സത്യത്തില് ഇത് ചെന്നൈയില് ജെമിനി സ്റ്റുഡിയോയിൽ വെച്ച് എടുത്തതാണ്. അവിടെ വാടകയ്ക്ക് ഒരു തെലുങ്ക് കൊച്ചിനെ കൊണ്ടുവന്നാണ് അഭിനയിപ്പിച്ചത്. എന്നിട്ട് കേരളത്തിലുള്ള 2 മലയാളി അവാർഡ് മേടിച്ചോണ്ട് പോയി. അത് എനിക്ക് മറക്കാനൊക്കാത്ത, ചെമ്മീൻ കഴിഞ്ഞ് 30 കൊല്ലത്തിന് ശേഷം എനിക്ക് മറക്കാനൊക്കാത്ത ഒരു അനുഭവമായിരുന്നു. അപ്പൊ ചെമ്മീൻ എന്ന സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ് ഒന്ന് പറയണം. ഏത് ഡയലോഗ് പറയേണ്ടത്? ഞാൻ മധുസാർ ആവട്ടെ. ഓക്കെ, മധുസാറെ ക്ഷമിക്കണേ. കറുത്തമ്മ. എന്താ കൊച്ചു മുതലാളി? കറുത്തമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊച്ചു മുതലാളി എന്ന് വിളിക്കരുത്. പിന്നെ എങ്ങനെ വിളിക്കണം? പരീക്കുട്ടി എന്ന് വിളിച്ചോളൂ. പരി? എനിക്കിത് മതി കറുത്തമ്മ, ഞാൻ ഇന്ന് സുഖമായിട്ട് കിടന്നു ഉറങ്ങും. വാടി. എനിക്ക് അത് ശരിക്കും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലെ അതിന്റെ ഡയറക്ടർ ഉൾപ്പെടെ എല്ലാ ക്രൂസിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും വലിയ ഒരു ആക്ട്രസിന്റെ കൂടെ മധുസാറിനെ ഇമിറ്റേറ്റ് ചെയ്തെങ്കിലും കുറച്ചു നേരം അടുത്ത് വയ്ക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. താങ്ക് യു അമ്മ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം ഷീലാമ്മയുടെ വിശേഷങ്ങൾ ഇത്രയും നേരം ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വിശേഷങ്ങൾ പങ്കുവച്ചതിൽ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ എത്തുന്ന ഏറ്റവും മുതിർന്ന വ്യക്തി, അതുപോലെ തന്നെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ബ്ലസ്ഡ് ആയിരിക്കുകയാണ് ഷീലാമ്മ ഈ ഒരു സ്റ്റേജിൽ കിട്ടിയതിന്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ചിരിക്കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് നൈറ്റ്.